കൊല്ലം നഗരത്തിന് ഇനി കലോത്സവ രാവുകൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് നാളെ കൊടിയുയരും. കലോത്സവത്തിന് നാളെ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിക്കും. സ്വർണ്ണക്കപ്പ് ഇന്ന് കൊല്ലത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി കലോത്സവ നഗരിൽ നിന്ന് രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇന്ന് 6:30-യോടെ സ്വർണ്ണക്കപ്പ് കൊല്ലത്തെത്തുമല്ലോ. എന്തൊക്കെയുണ്ട് മറ്റു കലോത്സവ വിശേഷങ്ങൾ? കൊല്ലത്തിൻ്റെ മണൽത്തരികൾ പോലും അങ്ങനെ ഒരു ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ മുഴുവനും ആളുകൾ, ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇതിൽ നടന്നു പോകുന്നവർ പോലും പറയുകയുണ്ടായി, അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ്, അവരുടെയൊക്കെ മനസ്സിൽ ആവേശം നിറയ്ക്കുന്ന, പ്രായം കുറയ്ക്കുന്ന, അവരൊക്കെ വളരെ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന കലാമാമാങ്കത്തിനാണ് അവർ കാത്തിരിക്കുന്നത്. അവർ ഇന്നു മുതൽ തന്നെ ഇവിടെ എല്ലാം സജീവമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ ആ രാപകൽ വ്യത്യാസമില്ലാതെ അവരെല്ലാം ഈ വേദികൾക്ക് 24 വേദികൾ, കൊല്ലം ജില്ലയിലെ 24 വേദികൾ ആ ഒരു പ്രകമ്പനം പോലെ, തൃശ്ശൂർ പൂരം പോലെ, കൊല്ലം പൂരം പോലെ തന്നെ ഒരു ഉത്സവമായി ഇത് മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ലൈറ്റ് ആൻഡ് സൗണ്ടിന് സമർപ്പണം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ ഉദ്ഘാടനം മന്ത്രി ശിവൻകുട്ടി കൊല്ലം ടൗൺ UPSൽ നിർവഹിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ പഴയിടത്തിൻ്റെ സദ്യ ഒരുക്കുന്ന പാചകപ്പുര, അത് പാല് കാച്ചിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു. അവിടെ ആ പഴയിടത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ വിഭവങ്ങളുടെ ആ മധുരം പോലെ ഏറ്റവും നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം കൈരളി ന്യൂസിനോട് സംസാരിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ കൊല്ലത്ത് ഇന്ന് രാവിലെ നടന്നത്. ഒപ്പം ഇന്ന് ഈ സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേരും. അതുകൂടി ആവുമ്പോൾ നമ്മുടെ കൊല്ലത്തിൻ്റെ ആ കൗമാര ഉത്സവം, അതായത് 62ാം കലാമാമങ്കം, ഇത് 4ാം തവണയാണ് കൊല്ലം വേദിയാവുന്നത്. ഞാൻ 15 വർഷം മുമ്പ് കൊല്ലത്ത് ആദ്യമായി ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു. അന്ന് +2 വരെ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും ഒടുവിൽ SSLC വരെ ഉണ്ടായിരുന്ന ആ കലോത്സവം. അത് കഴിഞ്ഞ് പിന്നീട് ഹയർ സെക്കൻഡറി ഉൾപ്പെടുത്തിയതോടുകൂടി ആ കലോത്സവത്തിന് തന്നെ മാറ്റങ്ങൾ കൈവന്നു. അതായിരുന്നു കൊല്ലത്തായിരുന്നു ഏറ്റവും ഒടുവിൽ 10ാം ക്ലാസ് വരെയുള്ള കലോത്സവം. അങ്ങനെ ചില പ്രത്യേകത കൂടി ഇക്കുറി നമുക്ക് പറയാനുണ്ട്. തീർച്ചയായും രാജ്കുമാർ ഇപ്പോൾ പറഞ്ഞ പോലെ 24 വേദികളും കലോത്സവത്തിനായി സജ്ജമായിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇത്തവണ 4ാം തവണ കൊല്ലം കലോത്സവത്തിന് വേദിയാകുമ്പോൾ കൊല്ലം എന്താണ് കലോത്സവത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? കൊല്ലത്ത് അത് നിങ്ങൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ കൈരളിയിൽ ഇറക്കിയ ഒരു പ്രൊമോ ഉണ്ടല്ലോ, അത് കൊല്ലത്തോട് വരുമ്പോൾ അത് കാണാൻ കഴിയും എന്താണെന്ന്. കൊല്ലം ഒരു സാംസ്കാരിക ജില്ല തന്നെയാണ്. കാക്കനാടൻ, KP അപ്പൻ, ONV കുറുപ്പ്, അങ്ങനെ നിരവധി മഹാരഥന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, അങ്ങനെ നിരവധി പേർ ഉണ്ടായിരുന്ന ഒരു മണ്ണാണ്. ഇപ്പോഴും ആ കലയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ കലയുടെ നിറകുടങ്ങളുള്ള ഒരു മണ്ണാണ്. നിരവധി കലാപ്രതിഭകളെയും കലാതിലകങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള മണ്ണാണ്. നിരവധി സിനിമാ താരങ്ങൾ, ഭരത് മുരളി, അങ്ങനെ നിരവധി, നമ്മുടെ ജയൻ, അങ്ങനെ ഒരുപാട് പേർ, ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന മുകേഷ്, ഷമ്മി തിലകൻ, അങ്ങനെ സുരേഷ് ഗോപി, അങ്ങനെ നിരവധി സൂപ്പർ സ്റ്റാറുകളും തുടങ്ങി അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊല്ലത്തെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഒട്ടും പുറകോട്ടല്ല. അങ്ങനെ ഒരു കലാദാരിദ്ര്യമുള്ള ഒരു ജില്ലയേ അല്ല. ഇതൊരു സാംസ്കാരിക ജില്ലയായി ആണ് നിലവിൽ. അത് ഒന്നും കൂടി അതിന് ഉയരാൻ പോവുകയാണ്. തീർച്ചയായും കൊല്ലത്തിന്റെ ആവേശം അത് രാജ്കുമാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാനായി എത്തിത്തുടങ്ങിയോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എത്തി. അതായത് നമ്മുടെ ഇക്കുറി ചരിത്രത്തിൽ ആദ്യമായിട്ട്, അത് കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ട് മത്സര ഇനത്തിൽപ്പെടാത്ത ഇത് മംഗലംകളി, അത് കാസർഗോഡിൻ്റെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആ കുട്ടികളുടെ മംഗലംകളി ഇക്കുറി ഇതിൻ്റെ കലാമത്സരത്തിൽ പെടുത്താതെ തന്നെ ഇവിടെ അരങ്ങേറുമെന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ചെണ്ടമേളം ഇതൊക്കെ ഉണ്ട്. ഇത് അടുത്ത തവണ ഇതിൻ്റെ മാനുവൽ പരിഷ്കരിച്ചതിന് ശേഷം ഇതൊക്കെ മത്സര ഇനമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവർ ഈ കാസർഗോഡ് ടീം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അല്പം മുമ്പ് കൈരളിക്ക് വേണ്ടി അവരത് പ്രസൻറ്റ് ചെയ്തു. നമ്മളത് അല്പസമയത്തിനകം നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും.